ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 3 വെറൈറ്റി ആയിട്ടുള്ള പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ആദ്യം നമുക്ക് പൈനാപ്പിൾ പാൻകേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ പാൻകേക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് മൈദമാവും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര, അതുകൂടാതെ ഒരു 1/2 സ്പൂണോളം ബേക്കിംഗ് പൗഡർ വേണം കേട്ടോ. പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 കപ്പോളം പാലും കൂടെ വേണം. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ മധുരത്തിൻ്റെ അളവ് നിങ്ങളെടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഒരു ദോശക്കല്ല് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒരു സിം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇതേപോലെ ഹോൾസ് വന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻകേക്കാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എന്താണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കളറോ അല്ലെങ്കിൽ എസൻസോ ഒന്നും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാൻകേക്കാണിത്. നമുക്ക് ബാറ്റർ തീരുന്നത് വരെ ഇത് നമുക്ക് ചുട്ടെടുക്കാം. പൈനാപ്പിൾ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. ഞാനിതാ മുഴുവൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി കണ്ടാലോ. അടുത്ത റെസിപ്പി പൊട്ടാറ്റോ റൈസ് ഫ്ലോറിൻ്റെ പാൻകേക്കാണ് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ പാൻകേക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി, ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയിലേക്ക് 1/2 സ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൻകേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് അല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് കലക്കിയെടുക്കണം. കുറച്ച് വെള്ളത്തോടെയാണ് ഇപ്പം നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അരിപ്പൊടിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. നമ്മൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇതാ നമ്മുടെ പാൻകേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ചൂടായ ദോശക്കല്ലിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് പാൻകേക്ക് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ സൈസിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ മേലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ആയി കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ദോശ എന്നോ അല്ലെങ്കിൽ പൊട്ടാറ്റോ സാൻഡ്വിച്ചെന്നോ ഒക്കെ പറയാം. അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പം ഈ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു നേന്ത്രപ്പഴം പാൻകേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ബനാന പാൻകേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാല്, പിന്നെ ഒരു കോഴിമുട്ട, 1 കപ്പ് മൈദ, ഏകദേശം 3/4 കപ്പോളം പഞ്ചസാര വേണം, പിന്നെ ഒരു നേന്ത്രപ്പഴം, കുറച്ച് വാനില എസൻസും കൂടെ വേണം. ഇനി ഒരു മിക്സി ജാറിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, മറന്നുപോയി, ബേക്കിംഗ് പൗഡറും കൂടെ വേണം കേട്ടോ. അപ്പം ഒരു മിക്സി ജാറിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ മൈദയും ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള അനുസരിച്ചിട്ട് പഞ്ചസാരയും ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർക്കാം. പിന്നെ 1/4 സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടെ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഞാൻ മിക്സിയിൽ വേഗത്തിലൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതേപോലെ ഹോൾസ് ഒന്ന് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ 2 സൈഡ് ആയി. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. രണ്ടാമത്തെ പാൻകേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി.
ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ പാൻകേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡോ ന്യൂട്രലിയോ ഒക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.